ഈ ഒരു ട്യൂട്ടോറിയൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിൽ വരുന്ന 3rd ചാപ്റ്റർ ആയ ലാൻഡ് ഗ്രാൻഡ് ആൻഡ് ഇന്ത്യൻ സൊസൈറ്റിയിലെ റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഒന്നിലധികം സെന്റൻസുകൾ വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സുകളാണ്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ലാൻഡ് ഗ്രാൻഡ്സ്? ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് എ സിഗ്നിഫിക്കൻറ്റ് ലാൻഡ് ഗ്രാൻഡ് ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ. ലാൻഡ് ഗ്രാൻഡ്സ് എന്നാൽ എന്ത്? ഏൻഷ്യന്റ് ഇന്ത്യയിലെ ലാൻഡ് ഗ്രാൻഡിന്റെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എഴുതുക. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് റിവാർഡായിട്ടോ അല്ലെങ്കിൽ ഒരു സെറ്റിൽമെൻ്റ് ആയിട്ടോ ഒരു റൂളർ അല്ലെങ്കിൽ ഗവൺമെൻറ് കൊടുക്കുന്ന ലാൻഡിനെയാണ് ലാൻഡ് ഗ്രാൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ വിശദീകരിച്ച് എഴുതാമെന്ന് നോക്കാം. Answer: Land grants are the transfer of land by rulers or governments to individuals or organizations for purposes like settlement, development, or as rewards. Land grants to Brahmins were a common practice in ancient and medieval India. Example: the land grant order issued by the Vagadaga king Vindhya Shakti II is an important land grant in ancient India. Question: when did the practice of land grant start? What was the purpose? എപ്പോഴാണ് ഈ ലാൻഡ് ഗ്രാൻഡ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തത്? അതിൻ്റെ പർപ്പസ് എന്താണ്? അപ്പം ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം ലാൻഡ് ഗ്രാൻഡ് പ്രാക്ടീസ് ഗുപ്ത പീരീഡിലാണ് പ്രാക്ടീസിൽ വന്നത്. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാം, അതുപോലെ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ എൻകറേജ് ചെയ്യുക എന്നതൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ വിശദീകരിച്ച് എഴുതാം നോക്കാം. ആൻസർ: ദ ലാൻഡ് ഗ്രാൻഡ്സ് സിസ്റ്റം ബിക്കെയിം വൈഡ് സ്പ്രെഡ് അണ്ടർ ദ ഗുപ്താസ്. ദ പർപ്പസ് ഓഫ് land grants by the king includes to reward royalty, support religious institutions, encourage economic development, given to Brahmins, scholars, temples or officials in return for services, to promote agriculture, settlement in newly developed areas, to improve king's power by making association with the king groups in society. Question: what are the different dynasties that came to power in India after the fall of Mauryas? മൗര്യാസിന് ശേഷം ഇന്ത്യ ഭരിച്ചിരുന്ന ഡിഫറെൻറ്റ് ഡൈനാസ്റ്റീസ് ഏതൊക്കെയാണെന്ന്. ഇപ്പോൾ മൗര്യാസിന് ശേഷം ഇന്ത്യ ഡിഫറെൻറ്റ് ഡൈനാസ്റ്റീസ് ഭരിച്ചിരുന്നു. അതിൽ ചിലതാണ് ചോള, പാണ്ഡ്യ, ചേരാസ്, സതവാഹനാസ് എന്നിവയൊക്കെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: the major dynasties that came to power in India after the fall of the Mauryas are Kushanas, Guptas, Shagas, Vagadagas, Sadavahanas, Cholas, Cheras, Pandya. Question: what was the role of Sadavahana and Gupta dynasties on the practice of land grants? ലാൻഡ് ഗ്രാൻഡ് പ്രാക്ടീസിൽ സതവാഹനാസും അതുപോലെ ഗുപ്ത ഡൈനാസ്റ്റീസിൻ്റെയും റോള് എന്താണ്? അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സതവാഹനാസ് പറയുന്നത് ഡെക്കാൻ റീജിയനിൽ ഭരിച്ചിരുന്ന ഒരു ഡൈനാസ്റ്റിയാണ്. ഇവർ ലാൻഡ് ഗ്രാൻഡ്സ് വന്നിട്ട് ബ്രാഹ്മിൻസിനെ സംതൃപ്തിപ്പെടുത്താനാണ് കൊടുത്തിരുന്നത്. അതുപോലെ ഗുപ്ത ഡൈനാസ്റ്റീസിൻ്റെ പീരീഡിലാണ് ഈ ലാൻഡ് ഗ്രാൻഡ്സ് ഒന്നും കൂടി സ്പ്രെഡായത്. ഇപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം നോക്കാം. ആൻസർ: സതവാഹനാസ് ഹു റൂൾഡ് ദ ഡെക്കാൻ റീജിയൻ സ്റ്റാർട്ടഡ് ദ പ്രാക്ടീസ് ഓഫ് ലാൻഡ് ഗ്രാൻഡ്സ് ടു പ്ലീസ് ദ ബ്രാഹ്മിൻസ് ഹു വർ ഡൊമിനൻറ്റ് ഇൻ ദ സൊസൈറ്റി. ദ ലാൻഡ് ഗ്രാൻഡ് സിസ്റ്റം ബിക്കെയിം വൈഡ് സ്പ്രെഡ് അണ്ടർ ദ ഗുപ്താസ് ഹു കെയിം ടു പവർ ഇൻ പാട്ലിപുത്ര. ക്വസ്റ്റ്യൻ: what was the major differences in land grants of Sadavahana and Gupta? സതവാഹന ഡൈനാസ്റ്റിയും അതുപോലെ ഗുപ്ത ഡൈനാസ്റ്റിയിലുള്ള ലാൻഡ് ഗ്രാൻഡ്സിൻ്റെ മേജർ ഡിഫറൻസ് എന്താണ്?
അപ്പോൾ ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും പഠിച്ചിരിക്കണം. സതവാഹനാസ് ആണ് ലാൻഡ് ഗ്രാൻസിൻ്റെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തത്. ഗുപ്ത പീരീഡിലാണ് ഇതൊന്നും കൂടെ വൈഡ് സ്പ്രെഡ് ആയത്. ശതവാഹന ഡൈനാസ്റ്റീസിൻ്റെ അകത്ത് ലാൻഡ് ഗ്രാൻസ് കൊടുക്കുമ്പോൾ ആർക്കാണോ ലാൻഡ് ഗ്രാൻഡ് കൊടുക്കുന്നത് അവർക്ക് ആ ലാൻഡിന്മേലുള്ള റൈറ്റ് മാത്രം കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. പക്ഷേ ഗുപ്ത ഡൈനാസ്റ്റീസിൽ ലാൻഡ് ഗ്രാൻസ് കൊടുക്കുമ്പോൾ ആ പർട്ടിക്കുലർ ലാൻഡും അതിൽ താമസിക്കുന്ന ആളുകളുടെ മേലുള്ള റൈറ്റുമാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: Satavahanas started the practice of land grants. This system became widespread under Gupta dynasty. The major differences between the land grants between these two dynasties include: the Satavahanas land grants was giving the only right to the resources of the land. The land grants of Guptas, along with the resources of the land, rights over the people living there also were transferred. Question: describe the major changes brought about by the land grant during the Gupta period. ഗുപ്ത പീരീഡിൽ ലാൻഡ് ഗ്രാൻസിൽ വന്ന മേജർ ചേഞ്ചസ് ഏതൊക്കെയാണ്? അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഗുപ്ത പീരീഡിനകത്ത് ലാൻഡ് ഗ്രാൻസ് കൊടുക്കുന്ന സമയത്ത് ആ ലാൻഡിലുള്ള ടാക്സ് കളക്ഷൻ പവറും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ പവറും കൂടെ അവർക്ക് നൽകി. ഈ ലാൻഡ് ഗ്രാൻസ് ആർക്കാണോ നൽകിയത് അവർക്കത് മറ്റാൾക്ക് കൊടുക്കാനുള്ള പവറും കൊടുത്തു. അതുപോലെ തന്നെ ഗുപ്ത ഡൈനാസ്റ്റീസിൻ്റെ പീരീഡിൽ പേയ്മെൻറ്റ്, സർവീസിനുള്ള പേയ്മെൻറ്റിന് പകരമായിട്ട് ഇവർ കൊടുത്തിരുന്നത് ലാൻഡ്സ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒന്നും കൂടി എങ്ങനെ വിശദീകരിച്ച് എഴുതാം നോക്കാം. ആൻസർ: the king's authority over the donated land gradually declined. Along with the ownership of land, the right to tax collection and administration over the donated land also was transferred. People who received the land grants could also give the land to others. Over time, kings and nobles started giving land grants instead of money payments for services. Gradually, other sections also started receiving land as grant. Question: what is Indian feudalism? Indian feudalism എന്നാൽ എന്ത്? ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏർലി മിഡീവൽ പീരീഡിനകത്ത് കാണപ്പെട്ടിരുന്ന ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ എക്കണോമിക് സിസ്റ്റത്തിനെയാണ് ഇന്ത്യൻ ഫ്യൂഡലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഫ്യൂഡലിസത്തിന് കുറച്ച് ഫീച്ചേഴ്സും കൂടിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: Indian feudalism is the social, economic and political system that was present in India during the early medieval period. Major improvement in the agriculture sector was noticed. The important features of Indian feudalism include: the common use of land grants led to the formation of wealthy and powerful group of landowners in society. Those who worked on the land became dependent on the landlords without rights. Farmers, laborers, and slaves were tied to the land under this system. They were born, lived, and died on the same land, working for their masters all their lives. They were treated as the lower class people in the society, had to pay tax and provide free services to the upper class. Question: what factors helped the spread of agriculture under the Indian feudalism system? Indian feudalism സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ അഗ്രികൾച്ചർ സ്പ്രെഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഫ്യൂഡലിസം സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ അഗ്രികൾച്ചർ സ്പ്രെഡ് ചെയ്യാൻ കുറച്ച് ഫാക്ടേഴ്സ് ഹെൽപ്പ് ചെയ്തു. അതിലൊന്നാണ് അൺകൾട്ടിവേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിനെ ഇവർ അഗ്രികൾച്ചറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏരിയാസ് ആക്കി കൺവേർട്ട് ചെയ്തു. അതുപോലെ തന്നെ ലേബർ ഫോഴ്സ് സഫിഷ്യൻ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ഇറിഗേഷൻ ഫെസിലിറ്റീസ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ ചെയ്തതും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: factors
that helped the spread of agriculture under the Indian feudalism system include: even the uncultivated areas were made suitable for agriculture. The new social system provided sufficient labor force. The knowledge of Brahmins about agricultural technology and climate were effectively utilized. Utilization of different irrigation facilities. Question: describe different irrigation methods utilized for the spread of agriculture during the Gupta period. ഗുപ്ത പീരീഡിനകത്ത് അഗ്രികൾച്ചറിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്ത ഇറിഗേഷൻ മെത്തേഡ്സ് ഏതൊക്കെയാണ്? അപ്പോൾ ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഗുപ്ത പീരീഡിനകത്ത് അഗ്രികൾച്ചറിനെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഇറിഗേഷൻ മെത്തേഡ്സും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് പറയുന്നത് കിണറുകളിൽ നിന്നും വെള്ളം ശേഖരിച്ച് കനാലുകൾ വഴി ഫാം ലാൻഡിൽ എത്തിച്ചു. പിന്നെ പറയുന്നത് മഴവെള്ളം അവർ റിസർവോയർ അതുപോലെ ടാങ്കുകളിലൊക്കെ ശേഖരിച്ച് അത് പിന്നീട് വെള്ളമില്ലാത്ത സമയത്ത് യൂസ് ചെയ്യാൻ എടുത്തു. പിന്നെ അവർ ഡാമുകളാണ് നിർമ്മിച്ചത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ വിശദീകരിച്ച് എഴുതാം നോക്കാം. ആൻസർ: The improvement in the agriculture sector was remarkable during the Gupta period. Different irrigation methods utilized include: water lifted from wells flowed to farmland through canals. Rainwater was an important source of water. Rainwater was collected and used later. Water reservoirs were built in South India. Tanks were constructed in North India. Used Gadiyandra were pots attached to a wheel are filled from the source and emptied into the fields. Dams were built. Skandagupta rebuilt the Sudarshana Lake in Gujarat. Question: what is Gadiyandra? Gadiyandra എന്നാൽ എന്ത്? ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ യൂസ് ചെയ്തിരുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഇറിഗേഷൻ ഡിവൈസാണ് ഈ ഗഡിയന്ത്ര എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു വീലുണ്ടാവും. ഈ വീലിനകത്ത് കുറച്ച് പോട്ട്സും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ വീല് കറക്കുന്ന സമയത്ത് ഈ പോട്ട്സിൽ വെള്ളം നിറയുകയും അത് ഫീൽഡിലോട്ട് ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: Gadiyandra is a traditional irrigation device used in India. It consists of a wheel with pots attached to it. When the wheel is rotated, the pots are filled from the source and emptied into the field. Question: name the craft of the given artifacts. ഇപ്പോൾ തന്നിരിക്കുന്ന കുറച്ച് ആർട്ടിഫാക്റ്റിൽ നിന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ക്രാഫ്റ്റ് ഏതൊക്കെയെന്നാണ്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് earthen pots, jewelry made of gold, silver and precious stones, pearls, glassware, silk, cotton textiles, sculptures in ivory. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. ആൻസർ: earthen pots, pottery making; jewelry made of gold, silver and precious stones, jewelry; pearls, jewelry; glassware, glass making, handicraft; silk, cotton textiles, weaving; sculptures in ivory, sculpture. Question: write a short note on Shrenis or guilds. What was the responsibility of Shrenis? അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അഗ്രികൾച്ചറിൻ്റെ എക്സ്പാൻഷനോടുകൂടി ജനങ്ങൾ വന്നിട്ട് നോൺ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസായ ക്രാഫ്റ്റിൽ ഏർപ്പെടാൻ തുടങ്ങി. അപ്പോൾ സെയിം ക്രാഫ്റ്റ് ചെയ്യുന്ന ആളുകൾ ഒരു അസോസിയേഷൻ ഫോം ചെയ്തു. ഇതിനെയാണ് നമ്മൾ ശ്രേണീസ് അല്ലെങ്കിൽ ഗിൽഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റീസും കൂടെ ഉണ്ട്. അത് എന്താണെന്നും അതെങ്ങനെ വിശദീകരിച്ച് എഴുതാമെന്ന് നോക്കാം. ആൻസർ: The expansion of agriculture led to growth in non-agricultural activities and people started taking up various crafts. Those in the same craft formed associations called Shrenis or guilds. Shrenis were officially recognized by the government.
members of these Shrenis were required to follow its rules. The major responsibilities of Shrenis include collecting raw materials, controlling production, marketing the finished goods. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ ക്ലാസുകൾ പബ്ലിഷ് ചെയ്യുവാൻ ഞങ്ങൾക്കത് പ്രചോദനമാകും. ക്വസ്റ്റ്യൻ: ഹൂ were നാഗരദാർ ഓർ നാഗരശ്രേഷ്ഠൻ? നാഗരദാർ അല്ലെങ്കിൽ നാഗരശ്രേഷ്ഠൻ എന്ന് പറയുന്നവർ ആരൊക്കെയാണ്? നാഗരദാർ വന്നിട്ട് മെർച്ചന്റ് ഗിൽഡ്സിലെ വെൽത്തി അല്ലെങ്കിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള മെമ്പേഴ്സാണ്. ഇവർക്ക് അഡ്മിനിസ്ട്രേഷനിൽ മേജർ റോള് തന്നെയുണ്ട്. അപ്പം ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: നാഗരദാർ were prominent members of the merchant guilds. These wealthy merchants of the cities had a major role in administration. Question: describe the internal trades during Gupta rule. ഗുപ്ത പീരീഡിനകത്തുള്ള ഇന്റേണൽ ട്രേഡ്സിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുക. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗുപ്ത പീരീഡിൽ ഇനീഷ്യൽ ഡേയ്സിൽ വന്നിട്ട് ജനങ്ങൾ അഗ്രികൾച്ചർ കൂടാതെ ക്രാഫ്റ്റിലും ഏർപ്പെട്ടിരുന്നു. ഇപ്പം ഇന്റേണൽ ട്രേഡ്സിനകത്ത് മെയിനായിട്ട് വരുന്ന ട്രേഡ് എന്ന് പറയുന്നത് സ്കിൽഡ് ക്രാഫ്റ്റ്മെൻസ് ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്ട്സുകളാണ്. അതിൽ മെയിൻ പറയുന്നത് ടെക്സ്റ്റൈലുകളാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: ഡ്യൂറിംഗ് ദ ഇനീഷ്യൽ ഡേയ്സ് ഓഫ് ഗുപ്താസ്, along with agriculture, people were involved in various other crafts. Internal trades were prominent and products made by the skilled craftsmen were the chief items of this trade. Textiles was one of the most traded products. Different types of textiles, example muslin, calico, linen, were manufactured on a large scale. Question: describe the external trades during Gupta rule. ഗുപ്ത റൂളിൻ്റെ സമയത്തുള്ള എക്സ്റ്റേണൽ ട്രേഡ്സിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും പഠിച്ചിരിക്കുക. ഇപ്പോൾ ഗുപ്ത പീരീഡിൽ സെൻട്രൽ ഏഷ്യ, വെസ്റ്റ് ഏഷ്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, റോം ഇവരുമായിട്ട് ഒരു എക്സ്റ്റേണൽ ട്രേഡ് ലിങ്ക് ഉണ്ടായിരുന്നു. അതുകൂടാതെ പുതിയ ട്രേഡ് റൂട്ട് ഡെവലപ്പ് ചെയ്തു. അതുപോലെ ഹൈ ക്വാളിറ്റിയിലുള്ള ഗോൾഡ്, സിൽവർ, കോപ്പർ കോയിൻസ് ഒക്കെ ഇവർ പുതുതായി കൊണ്ടുവന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ ഒന്നും കൂടി വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: ദ ഗുപ്താസ് ഹാഡ് എക്സ്റ്റേണൽ ട്രേഡ് ലിങ്ക്സ് വിത്ത് വെസ്റ്റ് ഏഷ്യ, സെൻട്രൽ ഏഷ്യ, South East Asia and Rome. New trade routes developed during the period. High quality gold, silver and copper coins were minted. Prominent traders were known as Nagara Shreshtin and Sartvaha. They had their role in the government. Vaishali, Patliputra, Kanauj, Shravasti, Kausambi, Ujjaini and Mathura were important centers of trade. Question: list some important cities of the Gupta period and their present Indian state. ഗുപ്ത പീരീഡിൽ ഉണ്ടായിരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് സിറ്റീസും അതിൻ്റെ പ്രസൻറ്റ് ഇന്ത്യൻ സ്റ്റേറ്റ്സും ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോന്നായി നോക്കാം. ആൻസർ: പാട്ലിപുത്ര, ഇപ്പോൾ കറൻറ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് പറയുന്നത് ബീഹാറാണ്. ഉജ്ജയിനി, ഇപ്പോൾ കറൻറ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് മധ്യപ്രദേശാണ്. മധുര ഉത്തർപ്രദേശ്. വൈശാലി ബീഹാർ. കൗസംബി ഉത്തർപ്രദേശ്. ശ്രവസ്തി ഉത്തർപ്രദേശ്. കനൗജ് ഉത്തർപ്രദേശ്. ക്വസ്റ്റ്യൻ: ഡിസ്ക്രൈബ് ഇന്ത്യാസ് അർബൻ ഡിക്കേ. ഇന്ത്യയുടെ അർബൻ ഡിക്കേനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുക. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റോമൻ എംപയർ കൊളാപ്സ് ആയതോടെ ഇന്ത്യ ഫോറിൻ ട്രേഡ് ഡിക്ലൈൻ ചെയ്തു. ഇപ്പോൾ ഫോറിൻ ട്രേഡ് ഡിക്ലൈൻ ചെയ്തതോടെ ഇന്റേണൽ ട്രേഡിന് അത് എഫക്റ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: India's foreign trade declined following the collapse of the Roman Empire and their skill upgrade on silk making.
Decline of foreign trade adversely affected the internal trade. The decline in craftsmen and artisans traveling for trade led to the ruralization of arts and craft. The slump in trade and ruralization led to the decay of many major towns. Major cities Kausambi, Hastinapura, Ahichatra, Takshashila, Ayodhya, Ujjaini, and Madura lost their glory and turned as villages due to this urban decay. Question: What made the caste system more complex? Caste system ഒന്നും കൂടി കോംപ്ലക്സ് ആവാൻ കാരണം എന്ത്? ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കൂടുതൽ ഒക്യുപ്പേഷണൽ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തതോടെ കാസ്റ്റ് സിസ്റ്റം ഒന്നും കൂടി കോംപ്ലക്സ് ആയി. ഈ ഒക്യുപ്പേഷണൽ ഗ്രൂപ്പുകൾ തന്നെ അതിൻ്റെ അണ്ടറിൽ സബ് ഗ്രൂപ്പ്സ് ആയി ഡിവൈഡ് ആവാൻ തുടങ്ങി. ഇതിനകത്ത് ജാതിയും ഉപജാതിയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുകൊണ്ട് കാസ്റ്റ് സിസ്റ്റം ഒന്നും കൂടെ കോംപ്ലക്സ് ആവുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: The formation of more occupational groups in the society made the caste system more complex. The important factors include: along with the occupational group Shrenis, the entry of new people and new occupational groups led to the formation of more subdivision in the society. It was impossible for the existing Varna system to accommodate all these new occupational groups. In this circumstance, each occupational group became a new Jati or Ubajati. Also, people who came from outside the subcontinent, the forest dwellers, are called as Nishadas. Children born of inter-caste marriages also formed new Jatis. Question: Write a short note on the social life and social status followed in Gupta's period. ഗുപ്താസ് പീരീഡിനകത്ത് ഫോളോ ചെയ്തിരുന്ന സോഷ്യൽ ലൈഫും അതുപോലെ സോഷ്യൽ സ്റ്റാറ്റസിനെയും കുറിച്ചിട്ട് ഒരു ചെറിയ ഷോർട്ട് നോട്ട് എഴുതാം. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഗുപ്ത പീരീഡിനകത്ത് കുറേ ഒക്യുപ്പേഷണൽ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് വന്നിട്ട് നമ്മുടെ കാസ്റ്റ് സിസ്റ്റം ഒന്നും കൂടി കോംപ്ലക്സ് ആക്കി. അപ്പോൾ സൊസൈറ്റിയിൽ വന്നിട്ട് ഏറ്റവും ഹൈ പൊസിഷനിൽ നിന്നിരുന്ന 3 ഗ്രൂപ്പ്സ് പറയുന്നത് ഒന്ന് ബ്രാഹ്മിൺ, പിന്നെ ക്ഷത്രിയാസ്, പിന്നെ വൈശ്യാസ് ആണ്. ശൂദ്രാസ് വന്നിട്ട് അഗ്രികൾച്ചർ ഗ്രൂപ്പായിരുന്നു. അതുപോലത്തെ ഏറ്റവും അടിയിൽ കിടക്കുന്ന ഒരു ഗ്രൂപ്പ് പറയുന്നത് അൺടച്ചബിൾ ഗ്രൂപ്പ്സുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒന്നും കൊണ്ടും എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: The formation of more occupational groups in the society made the caste system more complex. Brahmins, Kshatriyas, and Vaishyas continue holding the high position and privileges in the society. Sudras were the agricultural society. The Andyajas were considered untouchables. The lowest among the Andyajas were Chandalas, the graveyard keepers. The animal skin tanners were called as Charmakarar. Question: Differentiate the Anuloma and Pratyloma marriages. അനുലോമ മാരേജസിൻ്റെയും പ്രാറ്റിലോമ മാരേജസിൻ്റെയും ഡിഫറൻസ് എന്താണ്? ശാസ്ത്രയിലാണ് കൂടുതലായിട്ട് ഇൻ്റർകാസ്റ്റ് മാരേജിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അപ്പർ ക്ലാസ്സിലുള്ള ഒരു ഗ്രൂമും അതുപോലെ തന്നെ ലോവർ ക്ലാസ്സിലുള്ള ഒരു ബ്രൈഡും തമ്മിലുള്ള മാരേജിനെയാണ് അനുലോമ മാരേജ് എന്ന് പറയുന്നത്. അതേസമയം അപ്പർ ക്ലാസ്സിലുള്ള ഒരു ബ്രൈഡും ലോവർ ക്ലാസ്സിലുള്ള ഒരു ഗ്രൂമും തമ്മിലുള്ള മാരേജിനെ നമ്മൾ പാർട്ടിലോമ മാരേജ് എന്നും വിളിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: അർത്ഥശാസ്ത്ര മെൻഷൻസ് മോർ അബൌട്ട് ദ ഇന്റർകാസ്റ്റ് മാരേജസ്. മാരേജ് ബിറ്റ്വീൻ എ ഗ്രൂം ഫ്രം എ കാസ്റ്റ് കൺസിഡേർഡ് ആസ് അപ്പർ ആൻഡ് എ ബ്രൈഡ് ഫ്രം എ കാസ്റ്റ് കൺസിഡേർഡ് ആസ് ലോവർ വാസ് കോൾഡ് അനുലോമ മാരേജസ്. മാരേജ് ബിറ്റ്വീൻ എ ബ്രൈഡ് ഫ്രം എ കാസ്റ്റ് കൺസിഡേർഡ് ആസ് അപ്പർ and a groom from a caste considered as lower was called Partiloma marriage. Question: Describe the social status of women during the Gupta period. Gupta period സ്ത്രീകൾക്ക് ഉണ്ടായിരുന്ന സോഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുക. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ പെടും. ഗുപ്ത പീരീഡിനകത്ത് വുമൻസിന് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വളരെ ലോ സ്റ്റാറ്റസ് ആണ് ഉണ്ടായിരുന്നത്.
നല്ല ഹൈ ക്ലാസ്സിലുള്ള വുമൻസിന് പോലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പൊസിഷനോ അതുപോലെ പ്രിവിലേജസോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: women generally had low status in society, with a few exceptions like Queen Prabhavati of the Vagadaga dynasty. All women, regardless of class, were expected to be submissive to men. Even upper-class women did not hold significant positions or privileges. There is no evidence of land grants being given even to a Brahmin woman. Question: equal to Kubera, Varuna, Indra and Andaka, and with no equal rival on the face of the earth, whom this court is referred to? Where is this court located? ഈ കോട്ട് ആരിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്, അതുപോലെ ഈ കോട്ട് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഈ കോട്ട് ഗ്രേറ്റ് ഗുപ്ത റൂളർ ആയിട്ടുള്ള സമുദ്രഗുപ്തനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇത് വന്നിട്ട് അലഹബാദിലുള്ള പ്രയാഗ പ്രശസ്തിയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ദിസ് കോട്ട് ടോക്സ് അബൌട്ട് സമുദ്രഗുപ്ത, ദ മോസ്റ്റ് പവർഫുൾ ഗുപ്ത റൂളർ. These words are from Prayaga Prasasti, situated in Allahabad. Question: based on the famous Prayaga Prasasti quote on Samudragupta, what are the power and responsibility of the Gupta king? സമുദ്രഗുപ്തനെ കുറിച്ചുള്ള ഫേമസ് കോട്ടായിട്ടുള്ള പ്രയാഗ പ്രശസ്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാജാവിൻ്റെ, ഗുപ്ത കിങ്ങിൻ്റെ പവറും റെസ്പോൺസിബിലിറ്റീസും എന്താണ്? ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സമുദ്രഗുപ്തനെ കുറിച്ചുള്ള പ്രയാഗ പ്രശസ്തിയിൽ നമ്മൾ കോട്ട് നേരത്തെ കണ്ടു. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ഗുപ്ത കിങ്സിൻ്റെ പവറും റെസ്പോൺസിബിലിറ്റിയും മനസ്സിലാക്കാൻ കഴിയും. അതിൽ ഒന്ന് എന്ന് പറയുന്നത് രാജാക്കന്മാരനെ ഗോഡായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. അപ്പോൾ ബാക്കി റെസ്പോൺസിബിലിറ്റീസും പവറും എന്തൊക്കെയാണെന്നും അതെങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: ദ പവർ ആൻഡ് സം റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഗുപ്ത റൂൾസ് ഇൻക്ലൂഡ്: kings were considered equal to God, protect people from aggressions, protect Brahmins and Sramanas, the Buddhist or Jain monks, protect the weaker sections, responsible for administration of justice. Question: describe the village administration during the Gupta period. ഗുപ്ത പീരീഡിൽ ഉണ്ടായിരുന്ന വില്ലേജ് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുക. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഗുപ്ത പീരീഡിൽ വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ഗ്രാമപതി അല്ലെങ്കിൽ ഗ്രാമാധ്യക്ഷാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു വില്ലേജിലുള്ള എൽഡേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, അവരാണത് സോൾവ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ഗ്രാമവൃദ്ധർ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ ഒന്നും കൂടി വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: Gramapati or Gramadhesh was the head of village administration during the Gupta period. The disputes in the village were settled by a group of elders in the village called Gramavruddhar. Different community groups like peasants, carpenters, weavers and herdsmen were given representations in the village administration. ഇതുപോലുള്ള വീഡിയോസ് ടോപ്പ് ട്യൂഷൻ ചാനൽ റെഗുലറായി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പുതിയ വീഡിയോകൾ ഉടൻ തന്നെ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. Question: write a short note on the central authority and local power of Gupta period. ഗുപ്ത പീരീഡിലുള്ള സെൻട്രൽ അതോറിറ്റിയും അതുപോലെ ലോക്കൽ പവറിനെയും കുറിച്ചിട്ട് ഒരു ചെറിയ ഷോർട്ട് നോട്ട് എഴുതുക. അപ്പോൾ ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: Central authority was on the Gupta king and had extensive power. The Guptas allowed conquered rulers keep their title as Samantas and manage their own territories without interference in administration or succession. Guptas developed an elaborate administrative system in the areas where they ruled directly. The head of the village administration was called Gramapati or Gramadhyaksha. The disputes were resolved by a group of elders known as Gramavruddha. Different community groups were given representation in the village administration. Question: what are prasastis?
പ്രശസ്തീസ് എന്നാൽ എന്ത്? ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ പെട്ടതാണ്. പ്രശസ്തീസ് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് രാജാക്കന്മാര് അവരുടെ വിക്ടറിനെ കുറിച്ച് കല്ലുകളിൽ കൊത്തിവെച്ചിരിക്കുന്നതാണ്. ഇത് വന്നിട്ട് പഴയ രാജാക്കന്മാരുടെ ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷനാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: Prasastis are stone inscriptions erected by ancient rulers to proclaim their war victories. It is a source of historical information about rulers. The earliest known Prasasti is the Junagadh Prasasti of Rudradaman that inscribed the Junagadh Sasana of Ashoka. The South Indian dynasties like Cholas, Rashtrakutas, Chalukyas, Pallavas are also had the practice of Prasastis inscriptions. Question: What was Prayaga Prasasti? Prayaga Prasasti പറഞ്ഞാൽ എന്ത്? പവർഫുൾ ഗുപ്ത റൂളറായ സമുദ്രഗുപ്തന്റെ വാർ വിക്ടറീസിനെ ഇൻസ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നതിനെയാണ് പ്രയാഗ പ്രശസ്തി എന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് അലഹബാദ് പ്രശസ്തി എന്നും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒന്നും കൂടി വിശദീകരിച്ച് എങ്ങനെ എഴുതാം നോക്കാം. ആൻസർ: The Prayaga Prasasti was inscribed in the praise of the war victories of the Gupta king Samudragupta. It is also called the Allahabad Prasasti. It praises Samudragupta's conquest from Nepal in the north to the areas of Tamil Nadu in the south. Was composed by Harisena, the court poet of Guptas in Sanskrit. Question: Describe the paintings of Ajanta caves. Ajanta caves-ലുള്ള പെയിൻറ്റിങ്സിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അജന്ത കേവ്സ് പറയുന്നത് മഹാരാഷ്ട്രയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇതിനകത്തുള്ള പെയിൻറ്റിങ്സ് പറയുന്നത് വേൾഡ് ഫേമസ് പെയിൻറ്റിങ്സ് ആണ്. അപ്പോൾ ഇത് വന്നിട്ട് ഗുപ്ത പീരീഡിലാണ് പെയിൻറ് ചെയ്തത്. ഈ പെയിൻറ്റിങ്സിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നും അതെങ്ങനെ വിശദീകരിച്ച് എഴുതാമെന്ന് നമുക്ക് നോക്കാം. ആൻസർ: Ajanta caves are the world famous paintings located in Maharashtra. It belongs to the Gupta period. The important features are: these paintings depict royal life, royal court and celestial beings. Scenes from the Ramayana and the Mahabharata also were themes. Natural colors were used to paint these pictures, which have lasted for centuries and still look beautiful. Question: Briefly describe developments in literature during Gupta period. Gupta period ലിറ്ററേച്ചറിൽ ഉണ്ടായ ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ പെടും. ഇപ്പോൾ ഗുപ്ത പീരീഡിൽ ലിറ്ററേച്ചറിന് നല്ല ഡെവലപ്മെൻ്റ് ആയിരുന്നു. ആ കാലത്ത് യൂസ് ചെയ്ത മെയിൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് സാൻസ്ക്രിറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒന്നും കൂടി എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: Sanskrit literature received royal encouragement during the Gupta period. Sanskrit was the language of administration. The Buddhists who were using Pali as the common language started writing in Sanskrit. The Ramayana, the Mahabharata, and most of the Puranas were codified in written language. Dramas, poems, grammar, and lexicon were composed during this period in Sanskrit. Books on astronomy, mathematics, and medical science also were written during the Gupta period. Question: List some of the major texts of Gupta period. Also specify the author and the genre or category of literature. Gupta period മേജർ ടെക്സ്റ്റുകളുടെ ഒരു ലിസ്റ്റ് ഇടാക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഓതറും കാറ്റഗറിയും കൂടെ മെൻഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോ ടെക്സ്റ്റുകളും അതിൻ്റെ ഓതറുകളും എന്തൊക്കെയാണെന്ന് നോക്കാം. ആൻസർ: അഭിജ്ഞാന ശകുന്തള, ഓതർ കാളിദാസ, കാറ്റഗറി ഡ്രാമ. കുമാരസംഭവ, കാളിദാസ, പോയം. മൃച്ഛകാട്ടിക, സുദ്രക, ഡ്രാമ.
സ്വപ്ന വാസവദത്ത ഭാസ ഡ്രാമ. തൃക്കണ്ടി ഭർതഹരി ഗ്രാമർ. അമരകോശം അമരസിംഹ ലെക്സിക്കോൺ. Question. What are 6 systems of philosophy which laid the foundation for the Indian philosophical thought? ഇന്ത്യൻ ഫിലോസഫിക്കൽ തോട്ടിൻ്റെ ഫൗണ്ടേഷന് നയിച്ച 6 സിസ്റ്റം ഓഫ് ഫിലോസഫി ഏതൊക്കെയാണ്? അപ്പോൾ 6 സിസ്റ്റം ഓഫ് ഫിലോസഫി എന്ന് പറയുന്നത് 1 വൈശേഷിക, ന്യായ, യോഗ, സാങ്ക്യ, വേദാന്ത, മീമാംസ എന്നിവയൊക്കെയാണ്. അപ്പോൾ നമുക്കൊന്നും കൂടി വിശദീകരിച്ച് എഴുതാം. ആൻസർ: സാംഖ്യ ഫോർമുലൈസ്ഡ് ബൈ കാപില, യോഗ ഫോർമുലൈസ്ഡ് ബൈ പതഞ്ജലി, ന്യായ ഫോർമുലൈസ്ഡ് ബൈ ഗൗതമ, വൈശേഷിക ഫോർമുലൈസ്ഡ് ബൈ കന്നഡ, വേദാന്ത ഫോർമുലൈസ്ഡ് ബൈ ഭദ്രരായന, മീമാംസ formalized by Jaimini. Question. Books on science also were written during the Gupta period. What were the notable works? ഗുപ്ത പീരീഡിൽ എഴുതിയ ബുക്സ് ഓൺ സയൻസിൽ നോട്ടബിൾ ആയിട്ടുള്ള വർക്ക്സ് ഏതൊക്കെയാണ്? ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഗുപ്ത പീരീഡിനകത്ത് എഴുതിയ നോട്ടബിൾ ആയിട്ടുള്ള ബുക്സ് ഓൺ സയൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എൻ്റെ ആൻസർ ബൃഹത് സംഹിത ബൈ വർഹമിഹിര, ആര്യഭാട്യ ബൈ ആര്യഭട്ട, അമരകോശ ബൈ അമരസിംഹ. Question. What is the excellent example for the technological skills achieved in metallurgy during Gupta period? ഗുപ്ത പീരീഡിനകത്ത് മെറ്റലർജിയിൽ അച്ചീവ് ചെയ്ത ഒരു ടെക്നോളജിക്കൽ സ്കില്ലിന് എക്സാമ്പിൾ എഴുതാം. ഡൽഹിനടുത്തുള്ള മെഹ്റോളിയിലുള്ള അയൺ പില്ലറാണ് ഗുപ്ത പീരീഡിൽ മെറ്റലർജിയിൽ അച്ചീവ് ചെയ്ത ഒരു ടെക്നോളജിക്കൽ സ്കില്ലിനുള്ള എക്സാമ്പിൾ. ഇത് വന്നിട്ട് ഇത്രയും വർഷത്തിന് ശേഷം എത്രയോ കാറ്റും മഴയും അതുപോലെ വെയിലൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിലും അതിൽ തുരുമ്പേ വന്നിട്ടില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ വിശദീകരിച്ച് എഴുതാം നോക്കാം. ആൻസർ: ദ അയൺ പില്ലർ അറ്റ് മെഹ്റോളി നിയർ ഡൽഹി ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ദ ടെക്നോളജിക്കൽ സ്കിൽസ് അച്ചീവ്ഡ് ഇൻ മെറ്റലർജി ഡ്യൂറിംഗ് ഗുപ്ത പീരീഡ്. ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് റെയിൻ ആൻഡ് ഹീറ്റ്, ദിസ് അയൺ പില്ലർ ഡസ് നോട്ട് ഹാവ് എനി റെസ്റ്റ്. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം, കൊടുക്കുന്തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും കൂട്ടുകാർക്കും ഷെയർ ചെയ്തു കൊടുക്കൂ. ക്വസ്റ്റ്യൻ. ഹു ഇൻട്രൊഡ്യൂസ്ഡ് ദ ലാൻഡ് ഗ്രാൻഡ്സ് ഇൻ സൗത്ത് ഇന്ത്യ? സൗത്ത് ഇന്ത്യയിൽ ആരാണ് ലാൻഡ് ഗ്രാൻഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? പല്ലവാസും പാണ്ഡ്യാസും ആണ് സൗത്ത് ഇന്ത്യയിൽ ലാൻഡ് ഗ്രാൻഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: ദ ലാൻഡ് ഗ്രാൻഡ്സ് ഇൻ സൗത്ത് ഇന്ത്യ were introduced by Pallavas and Pandyas. Pallavas and Pandyas granted lands to Brahmins and temples. Question. What is Devadanam? Who administer this? ദേവധനം എന്നാൽ എന്ത്? ആരാണ് ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ? ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടെമ്പിളിനോ അല്ലെങ്കിൽ ഗോഡിനോ ഗിഫ്റ്റ് ചെയ്യുന്ന ലാൻഡിനെയാണ് ദേവധനം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ പറയുന്നത് ടെമ്പിളിലുള്ള ട്രസ്റ്റീസ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: ദ ലാൻഡ് ഗിഫ്റ്റഡ് ടു ദ ഗോഡ് ഓർ ദ ടെമ്പിൾ കെയിം ടു ബി കോൾഡ് ദേവധനം. ദിസ് ലാൻഡ് വാസ് അഡ്മിനിസ്ട്രേർഡ് ബൈ ദ ടെമ്പിൾ ട്രസ്റ്റീസ്. ക്വസ്റ്റ്യൻ. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ട്രേഡ്സ് അണ്ടർ പാണ്ഡ്യാസ്. പാണ്ഡ്യാസിൻ്റെ അണ്ടറിലുള്ള ട്രേഡ്സിനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് നോട്ട് എഴുതാം. പാണ്ഡ്യാസ് മെയിനായിട്ട് എക്സ്പോർട്ട് ചെയ്തിരുന്നത് പെപ്പർ, സാൻഡൽ, ഗോൾഡ് ആൻഡ് പേൾസ് ആണ്. ട്രേഡേഴ്സിനെ നാഗരട്ടാസ് എന്നാണ് വിളിച്ചിരുന്നത്. ഇവർ ഗ്രീക്ക്, റോം, ചൈനീസ്, അറബ് മെർച്ചൻസ് ആയിട്ടാണ് ട്രേഡ് നടത്തിയിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: Pepper, sandal, gold and pearls were chief export items from Pandyas. Traders were called as Nagaratas.
They traded with Roman, Greek, Chinese, and Arab merchants. Main ports were Korkai, Kayalpattanam, Periyapattanam. Question: what were the major features of the tax system implemented by the Pallava and the Pandya kingdoms? പല്ലവിയും പാണ്ഡ്യ കിങ്ഡംസും ഇംപ്ലിമെൻ്റ് ചെയ്ത ടാക്സ് സിസ്റ്റത്തിൻ്റെ മേജർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ പല്ലവാസും പാണ്ഡ്യ കിങ്ഡംസ് ആണ് ടാക്സ് സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ലാൻഡ് ടാക്സ് ആണ് മെയിൻ സോഴ്സ് ഓഫ് ഇൻകമായി വന്നിട്ടുണ്ടായിരുന്നത്. ഇവർ 1/10 മുതൽ 1/6 വരെയാണ് ലാൻഡ് ടാക്സ് കളക്ട് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ടെമ്പിൾസിന് കൊടുത്ത ലാൻഡ്, അതുപോലെ അഗ്രഹാരംസ്, അതായത് ബ്രാഹ്മൺ വില്ലേജസിലൊന്നും ടാക്സ് ഇവർ ഈടാക്കിയിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒന്നും കൂടി എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: ലാൻഡ് ടാക്സ് വാസ് ദ ചീഫ് സോഴ്സ് ഓഫ് ഇൻകം. പീപ്പിൾ ഹാഡ് ടു പേ 1/10 to 1/6 of the produce as land tax. Those engaged in different craft had to pay taxes. At the same time, the Brahmadeya land granted to temples and the Agraharas, the Brahmin villages, were exempted from land tax. Question: describe the social and cultural life of South India. സൗത്ത് ഇന്ത്യയിലുള്ള സോഷ്യലും കൾച്ചറൽ ലൈഫിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സൗത്ത് ഇന്ത്യയിലുള്ള സോഷ്യലും അതുപോലെ തന്നെ കൾച്ചറൽ ലൈഫിനെ കുറിച്ചിട്ട് കുറേ പറയാനുണ്ട്. അപ്പോൾ അതെങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. അപ്പോൾ അതിൻ്റെ ആൻസർ: ദ പല്ലവ പാണ്ഡ്യ സൊസൈറ്റീസ് were based on the caste system. Brahmins who received land grants as Brahmadeya were wealthy and they had a dominant status in society. Those who were considered as low caste suffered many hardships. There were village autonomy in the Pallava and the Pandya kingdoms. Village courts existed. Education, justice, etc. were administered and disputes were discussed and settled through collective opinion. The kings did not interfere in education, justice, customs, practice of worship, or caste rules. Jainism and Buddhism started declining with the increased power of the Brahmins. They encouraged the Bhakti movement. Question: describe the influence of temple in the life of people in South India. സൗത്ത് ഇന്ത്യയിലുള്ള പീപ്പിളിൻ്റെ ലൈഫിനെ എങ്ങനെയാണ് ടെമ്പിൾ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് ഡിസ്ക്രൈബ് ചെയ്യുക. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സൗത്ത് ഇന്ത്യയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെമ്പിൾസ് കാണപ്പെടുന്നത് കാഞ്ചീപുരം, മഹാബലിപുരം, അതുപോലെ മധുരയിലാണ്. ഇവിടെ വന്നിട്ട് ദ്രാവിഡിയൻ സ്റ്റൈലിലാണ് ടെമ്പിൾസ് എല്ലാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കാലത്തിലുള്ള ചീഫ് ആർട്ട് വർക്ക്സ് നമുക്ക് ഈ ടെമ്പിൾ കൺസ്ട്രക്ഷനിലൂടെ കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ ഒന്നും കൂടി വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: temples had a major influence in the life of people. Temples were the chief works of art of that period. Important temples of the period are situated in Kanchipuram, Mahabalipuram, and Madurai. South Indian style of temple construction, known as Dravidian style, evolved during the period of Pallavas. Question: temple construction in South India developed through 3 phases. What are they? സൗത്ത് ഇന്ത്യയിലുള്ള ടെമ്പിൾ കൺസ്ട്രക്ഷൻ 3 ഫേസസിലൂടെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അത് ഏതൊക്കെയാണ്? ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ 3 ഫേസസിലൂടെയാണ് ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്ന് വന്നിട്ട് റോക്ക് കട്ട് മെത്തേഡാണ്. രണ്ടാമത്തെ മോണോലിത്തിക് ചാരിയറ്റ് ടെമ്പിൾസ്. മൂന്നാമത് വന്നിട്ട് സ്ട്രക്ചറൽ ടെമ്പിൾസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒന്നും കൂടി എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: ടെമ്പിൾസ് കൺസ്ട്രക്ഷൻ ഇൻ സൗത്ത് ഇന്ത്യ ഈസ് ഡെവലപ്ഡ് ത്രൂ ദ ഫോളോയിങ് 3 phases. ഫസ്റ്റ് വൺ, റോക്ക് കട്ട് ടെമ്പിൾസ്. എക്സാമ്പിൾ, മമാന്തർ കേവ് ടെമ്പിൾ ഇൻ കാഞ്ചീപുരം. സെക്കൻഡ് വൺ, monolithic chariot temples. Example, chariot temple in Mahabalipuram.
Third one, structural temples. Madurai Meenakshi Temple. Question. Describe Dravidian architecture. ദ്രാവിഡിയൻ ആർക്കിടെക്ചറിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ ഒന്നാണ്. ദ്രാവിഡിയൻ ആർക്കിടെക്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് പല്ലവാസ് ആണ്. അപ്പോൾ ഇത്തരം ആർക്കിടെക്ചർ നമുക്ക് മെയിനായി കാണപ്പെടുന്നത് സൗത്ത് ഇന്ത്യയിലാണ്. അപ്പോൾ ഇതിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നും അതെങ്ങനെ വിശദീകരിച്ച് എഴുതാമെന്ന് നോക്കാം. ആൻസർ. Dravidian architecture was introduced by Pallavas and prevailed mainly in South India. Specific features of Dravidian style include Srikovil or Garbhagriha, the innermost and most sacred area of temple. Vimana, the top portion of the temple. Chikara, the top portion of the Vimana. Mandapa and Pradakshina Pada, path for circumambulation. Gigantic entrance gateways, tall gopuras or towers, carved elephants, horses and dragon faces in decorative styles are the characteristic features of the Dravidian style. Characters from Idihasas and Puranas are carved on the walls. Temples at Mahabalipuram, Meenakshi Temple at Madurai and the Sri Rangam Temple are the famous examples. Cholas built the largest number of temples in the Dravidian style. Question. Describe Pallava architecture. പല്ലവ ആർക്കിടെക്ചറിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുക. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പല്ലവ ആർക്കിടെക്ചറിൽ ടെമ്പിൾസ് എല്ലാം സ്റ്റോണിൽ നിന്ന് കാർവ് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് മഹാബലിപുരം ടെമ്പിളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്നും കൂടി വിശദീകരിച്ച് ഇങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ. The temples are mainly carved out of stones. The best examples of Pallava architecture is the Mahabalipuram temple, which has 5 monolithic Ratha temples representing the Pandavas and Draupadi, along with a seashore temple. The rock-carved figures called Arjuna's penance and Mahishashvara Mardana are examples of Pallava art. Next, നമ്മൾ പഠിക്കാൻ പോകുന്നത് fill in the blanks type questions ആണ്. Question. Dash were dominant in the society. Answer. Brahmins. Question. Land grant system became widespread under the Dash who came to power at Patliputra. Answer. Guptas. Question. Water reservoirs were built in Dash during the Gupta period. Answer. South India. Question. Dash were constructed in North India during the Gupta period. Answer. Tanks. Question. Dash is the most important source of water for irrigation during the Gupta period. Answer. Rainwater. Question. Skandagupta rebuilt the Dash lake in Gujarat. Answer. Sudarshana. Question. Dash was one of the most traded products. Answer. Textiles. Question. Fahim referred the major Indian cities as Dash. Answer. Large cities. Question. Huansang referred the major Indian cities as Dash. Answer. Villages. Question. Dash is the various occupational groups that were formed in the Gupta period. Answer. Srinis. Question. Dash who visited India described Sudras as peasants. Answer. Huansang. Question. Dash is the most powerful ruler of Gupta period. Answer. Samudragupta. Question. Buddhist or Jain monks are called as Dash. Answer. Sramanas. Question. Prayaga Prasadi is also called as Dash. Answer. Allahabad Prasasti. Question. Prayaga Prasasti was composed by Dash. Answer. Harisena. Question. Merchant guilds was a feature of Dash trade. Answer. Pandyan. Question. Merchant guilds in South India is known as Dash. Answer. Vanika communities. Question. Dash were traders in Pandyan kingdom. Answer. Nagarattas. Question. Land granted to a group of Brahmins was called Dash. Answer.
Brahmadeya or Brahmaswam? Question. Brahmin villages were called dash. Answer. Agraharas. Next നമ്മൾ പഠിക്കാൻ പോകുന്നത് നെയിം ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. Question. Matavilasa Prahasana was written by the Pallava king dash. Answer. Mahendra Varma I. Question. Mahabalipuram or Mamallapuram is situated on the shores of dash. Answer. Bay of Bengal. Question. UNESCO has declared dash as a heritage city. Answer. Mahabalipuram. Question. Name the founder of the Gupta kingdom. Answer. Sri Gupta. Question. Name the dynasty who started the practice of giving land grants to please the Brahmins. Answer. Sadavahanas. Question. Name the important kings of the Gupta dynasty. Answer. Chandragupta I. Samudragupta, Chandragupta II, Kumaragupta I, Skandagupta. Question. What is the alternative name of Gadiyendra? Answer. Aragata. Question. What were the different types of textiles manufactured on a large scale? Answer. Muslin, calico and linen. Question. Name the 5th century Chinese traveler. Answer. Fahim. Question. Name the 7th century Chinese traveler. Answer. Huangsang. Question. Name the earliest known Prasasti. Answer. The Junagadh Prasasti of Rudradaman. Question. Name the court poet of the Guptas in Sanskrit. Answer. Harisena. Question. Name 2 ports under the Pallavas. Answer. Mahabalipuram and Nagapattanam. Question. Name 2 styles of temple architecture followed in North India. Answer. Nagara and Vasara. ടോപ്പ് ട്യൂഷൻ്റെ ഈ ഒരു ട്യൂട്ടോറിയൽ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ നിങ്ങളുടെ പരീക്ഷയിൽ സഹായകരമാകുമെന്ന് കരുതുന്നു. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. കൂടുതൽ ഇൻട്രാക്റ്റീവ് ക്ലാസ്സുകൾക്കും മറ്റു വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.